നമസ്കാരം, ഏവർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഫ്രീ PSC വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ പ്രതിൻവി പോത്തൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്തെ മൗലിക അവകാശങ്ങൾ എന്നുള്ള ടോപ്പിക്കാണ്. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ അടിസ്ഥാന വസ്തുതകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അപ്പോൾ അതിന്റെ ബാക്കിയായിട്ട് വരുന്ന കണ്ടന്റിലേക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കുമല്ലോ. അപ്പം ആ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് വേണം ബാക്കി വരുന്ന ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ കടക്കാൻ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മൗലിക അവകാശം എന്നുള്ള ഭാഗത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് വരുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു മൗലിക അവകാശം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഈ പറയുന്ന US ഭരണഘടനയിൽ നിന്നാണെന്നും അതുപോലെ ഇന്ത്യൻ മൗലിക അവകാശത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലുമാണ് നമ്മൾ കണ്ടു. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന 1950 നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു? 7 മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത്? 7 എന്ന കാര്യം ഓർത്തിരിക്കണം. എന്നാൽ ഇപ്പോഴെത്ര മൗലിക അവകാശങ്ങളുണ്ട് എന്നാണ് ചോദിക്കുന്നതെങ്കിലോ നിലവിൽ 6 മൗലിക അവകാശങ്ങളേ ഉള്ളൂ എന്ന് ഓർത്തിരിക്കുക. അപ്പം ഭരണഘടന നിലവിൽ വരുമ്പോൾ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ 7 മൗലിക അവകാശവും നിലവിൽ 6 മൗലിക അവകാശവുമാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഒരു മൗലിക അവകാശം അതിൽ നിന്ന് എടുത്തു കളഞ്ഞു എന്ന കാര്യം ഓർത്തിരിക്കുക. 7ൽ നിന്ന് 1 എടുത്തു കളഞ്ഞു. അതുകൊണ്ടാണ് നിലവിൽ 6 മൗലിക അവകാശങ്ങൾ മാത്രം ഭരണഘടനയിലുള്ളത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതാണോ ഒഴിവാക്കിയത് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കിയ മൗലിക അവകാശമാണ് സ്വത്തവകാശം എന്ന് പറയുന്ന ആശയം, അല്ലെങ്കിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി. ഇതൊരു മൗലിക അവകാശമായിരുന്നു. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം എന്ന് പറയുന്ന മൗലിക അവകാശം എടുത്തു മാറ്റുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. നിലവിൽ സ്വത്തവകാശം എന്നുള്ള ആശയം ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്, പക്ഷെ അതൊരു നിയമ അവകാശം എന്ന രീതിയിൽ മാത്രമാണ്. നിലവിൽ സ്വത്തവകാശത്തെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് 300A എന്ന് പറയുന്ന ആർട്ടിക്കിളിന്റെ അകത്താണ്. അപ്പം നേരത്തെ സ്വത്തവകാശം മൗലിക അവകാശമായിരുന്നു. മൗലിക അവകാശം എന്ന് പറയുമ്പോൾ എന്താണ്? എസെൻഷ്യൽ ആണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. നിലവിൽ സ്വത്തവകാശം ഭരണഘടനയിലുണ്ട്, പക്ഷെ അതൊരു നിയമപരമായിട്ടുള്ള ഒരു അവകാശം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ലീഗലി റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം, ക്ലെയിം ചെയ്യാതിരിക്കാം. പക്ഷെ മൗലിക അവകാശം എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ആ കാറ്റഗറിയിൽ നിന്ന് എടുത്ത് ഒരു ഓർഡിനറി ലോ എന്ന രീതിയിൽ, ഒരു സാധാരണ നിയമം എന്ന രീതിയിലേക്ക് ഭരണഘടനയിൽ സ്വത്തവകാശത്തിന്റെ സ്റ്റാറ്റസ് മാറ്റുന്നുണ്ട്. അതിന് കാരണമായ ഭേദഗതിയാണ് 44ാം ഭരണഘടനാ ഭേദഗതി. 1978 ഈ ഭേദഗതി നടക്കുന്നത്. പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സ്വത്തവകാശം മൗലിക അവകാശത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് കാരണമായ ഭേദഗതി ഏത്? 44ാം ഭേദഗതിയാണ്. മൊറാർജി ദേശായി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഭേദഗതി ഭരണഘടനയിൽ കൊണ്ടുവരുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പം ഒരു കാര്യം മനസ്സിലായല്ലോ, ഈ പറയുന്ന ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് ഒഴിവാക്കിയ ഒരു വസ്തുതയുണ്ട്. അതേതെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്വത്തവകാശം. അങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളുന്ന വേറൊരു ചോദ്യമുണ്ട്. ഭരണഘടനയിൽ പിന്നീട് കൂട്ടിച്ചേർത്ത മൗലിക അവകാശം ഏത്? ഒറിജിനൽ ഭരണഘടനയിൽ ഇല്ലാതിരിക്കുകയും പിന്നീട് കൂട്ടിച്ചേർത്ത മൗലിക അവകാശം ഏത്? ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് വിദ്യാഭ്യാസ അവകാശം എന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ് വിദ്യാഭ്യാസ അവകാശം? റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം ഇന്ത്യൻ ഭരണഘടനയിൽ 86ാം ഭേദഗതി 2002 നടക്കുന്നത്. 86ാം ഭേദഗതി 2002 നടക്കുന്നത്. അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കി ഉള്ള ആശയം ഉൾക്കൊള്ളിക്കുകയും ആർട്ടിക്കിൾ 21A ചേർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം വിദ്യാഭ്യാസം മൗലിക അവകാശമാണെന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ഏതാണ്? 21A എന്ന കാര്യം അവിടെ മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഭരണഘടനയിൽ ഏറ്റവും ഒടുവിൽ കൂട്ടിച്ചേർത്ത മൗലിക അവകാശം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? വിദ്യാഭ്യാസ അവകാശം എന്ന് പറയണം. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ എത്ര മൗലിക അവകാശം ഉണ്ട് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ ഉത്തരം 6 എന്ന് തന്നെയാണ്.
എന്നാൽ ഇപ്പം ഞാൻ പറഞ്ഞു പിന്നീട് കൂട്ടിച്ചേർത്തൊരു മൗലിക അവകാശം എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസ അവകാശമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും 6 കഴിഞ്ഞ് ഒന്നുകൂടി വരുമ്പോൾ 7 അല്ലേ എന്ന്. അപ്പം 7 അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഒരു പ്രത്യേക ഒരു അവകാശമായിട്ട് കൗണ്ട് ചെയ്യുന്നില്ല. പക്ഷേ മൗലിക അവകാശങ്ങളുടെ ഭാഗമായിട്ട് 21A എന്ന് പറയുന്ന ആർട്ടിക്കിളിൻ്റെ അകത്ത് അതിനെ ചേർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം തെറ്റിക്കരുത്, എത്ര മൗലിക അവകാശമാണ് നിലവിലുള്ളതെന്ന് ചോദിച്ചാൽ അത് 6 തന്നെയാണ്. എന്നാൽ ഏറ്റവും ഒടുവിൽ ചേർത്ത മൗലിക അവകാശം എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? വിദ്യാഭ്യാസ അവകാശം എന്ന കാര്യം ഓർത്തിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് കൂടിയുണ്ട്, അത് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ മൗലിക അവകാശം വളരെ പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശത്തിന്റെ കാവൽക്കാരനാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആരെയാണ്? സുപ്രീം കോടതി എന്ന കാര്യം ഓർത്തിരിക്കുക. ഗാർഡിയൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശത്തിന്റെ കാവൽക്കാരൻ, സംരക്ഷകൻ എന്ന് ചോദിച്ചാൽ ആരാണ്? അത് സുപ്രീം കോടതിയാണ്. കാരണം മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കത് കോടതിയിലൂടെ നേടിയെടുക്കാൻ ജസ്റ്റിസബിൾ ആണ്, നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മൗലിക അവകാശങ്ങളുടെ കാവൽക്കാരൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് സുപ്രീം കോടതി എന്ന കാര്യം കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തിലേക്ക് വരാം. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടതും കഴിഞ്ഞിടെ നടന്ന പല പരീക്ഷയിലും ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഭാഗവുമാണ്. ഈ ഒരു ഭാഗം നിങ്ങൾ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പരീക്ഷയിൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ മൗലിക അവകാശങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഭരണഘടനാ തലത്തിൽ നിലനിന്നിരുന്ന ഒരു തർക്കമാണ്, അല്ലെങ്കിൽ ഒരു സംശയമാണ്, മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ സാധ്യമാണോ അല്ലയോ എന്ന്. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭ ഈ പറയുന്ന മൗലിക അവകാശം ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചു. പക്ഷെ പിന്നീട് ഈ പറയുന്ന ഭരണാധികാരികൾ പല തലങ്ങളിൽ വരുന്ന സമയത്ത് ഇത് ഭേദഗതി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പല സംശയങ്ങളും കോടതിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇന്ത്യൻ സുപ്രീം കോടതി 1960കളുടെ അവസാനത്തിൽ ഗോലക്നാഥ് കേസ് എന്ന് പറയുന്ന കേസിന്റെ വിധി വരുന്ന സമയത്ത് പറയുന്നുണ്ട്, മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് പറയുന്നുണ്ട്. എന്താണ്? മൗലിക അവകാശങ്ങൾ പാർലമെന്റിന് ഭേദഗതി ചെയ്യാൻ, അമെൻഡ് ചെയ്യാൻ അവകാശം ഇല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞ കേസാണ് ഏത്? ഗോലക്നാഥ് കേസ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഭരണഘടന ഭേദഗതി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭരണഘടനയിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. പുതിയ കാര്യങ്ങൾ ചേർക്കുകയോ ഉള്ളത് എടുത്തു കളയുകയോ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് ഭേദഗതി എന്ന് പറയുന്നത്. ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. പക്ഷെ ഈ ഒരു കേസിന്റെ വിധി വരുമ്പോൾ, ഗോലക്നാഥ് കേസിന്റെ വിധി വരുമ്പോൾ സുപ്രീം കോടതി പാർലമെന്റിനോട് പറഞ്ഞു, മൗലിക അവകാശങ്ങളിൽ മാറ്റമൊന്നും വരുത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കേസ് ഇവിടെ ഒന്ന് ഓർത്തിരുന്നോണം. ഇനി ഈ ഒരു കേസ് വരുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഈ പറയുന്ന ഇന്ദിരാഗാന്ധി ഈ കേസിന്റെ വിധിയെ മറികടക്കുന്നതിന് വേണ്ടി ഭരണഘടനയിൽ ഒരു പ്രധാനപ്പെട്ട ഭേദഗതി കൊണ്ടുവരുന്നുണ്ട്. ആ ഭേദഗതിയാണ് 24ാം ഭേദഗതി. അത് വരുന്ന വർഷം 1971. അപ്പം ഇന്ദിരാഗാന്ധി 1971 കൊണ്ടുവന്ന ഭേദഗതിയാണ് 24ാം ഭേദഗതി. അത് എന്തുമായി ബന്ധപ്പെട്ട് വരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഭേദഗതിയിൽ പറയുന്ന വസ്തുതയാണ്, പാർലമെന്റിന് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ഉണ്ട് എന്ന് പറയുന്നതാണ് ഏത്? 24ാം ഭേദഗതി. അതായത് ഗോലക്നാഥ് കേസിന്റെ സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഭേദഗതി എന്ന് ചോദിച്ചാൽ ഏതാണ്? 24ാം ഭേദഗതിയാണ്. അവിടെ പറയുന്നു പാർലമെന്റിന് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് പറയുന്നു. ഓക്കെ, ഇനി അതിനുശേഷം വന്ന ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്ന ഭരണഘടനാ തലത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിലൊന്നാണ് കേശവാനന്ദ ഭാരതി കേസ്. 1973 ഇതിന്റെ വിധി വരുന്നത്. ആ കേസിന്റെ വിധി വരുന്ന സമയത്താണ് ഈ 24ാം ഭേദഗതി സുപ്രീം കോടതി ശരിവെക്കുന്നു. എന്താണ്? ഭരണഘടന ഭേദഗതി ചെയ്യാൻ, അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ട് എന്ന് സുപ്രീം കോടതി
കോടതി പറഞ്ഞ കേസാണ് ഏത്? കേശവാനന്ദ ഭാരതി കേസ്, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഗോലക്നാഥ് കേസിന്റെ വിധിയെ തിരുത്തിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധി വരുന്നത് കേശവാനന്ദ ഭാരതി കേസിലാണ്. അപ്പം കേശവാനന്ദ ഭാരതി കേസിലൂടെ സുപ്രീം കോടതി പറയുന്നു മൗലിക അവകാശങ്ങളും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ട്. പക്ഷേ സുപ്രീം കോടതി അവിടെ ഒരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്, ഭരണഘടനയിലെ ഏത് കാര്യവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിനാണ് അധികാരം. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ട്, ബേസിക് സ്ട്രക്ചർ, ഇതിന് വിരുദ്ധമായിട്ട് ഭേദഗതി ചെയ്യാൻ പാടില്ല. അതായത് എന്തു മാറ്റവും വരുത്താം, പക്ഷേ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന കാര്യം കൂടി ഈ കേസിൻ്റെ അകത്ത് എടുത്തു പറയുന്നു എന്ന് ഓർത്തിരിക്കുക. അപ്പം ഗോലക്നാഥ് കേസും കേശവാനന്ദ ഭാരതി കേസും അതുപോലെ 24ാം ഭരണഘടനാ ഭേദഗതിയും മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നതാണെന്ന കാര്യം കൂടി ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ക്ലിയർ ആയി കാണുമല്ലോ. അങ്ങനെയാണ് നമുക്ക് അടുത്ത ഒരു ഭാഗത്തിലേക്ക് വരാം. അടുത്തതായിട്ട് ഈ പറയുന്ന നമ്മുടെ മൗലിക അവകാശത്തിലേക്ക് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ എത്ര മൗലിക അവകാശമുണ്ടെന്ന്. എത്രയാണ്? ഓർമ്മയുണ്ടോ? 6 മൗലിക അവകാശങ്ങളാണ്. അപ്പം അത് ഏതൊക്കെയാണെന്നാണ് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അതിനുശേഷം ഓരോ മൗലിക അവകാശവും വിശദമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടന്റിലേക്ക് വരാം. അപ്പോൾ നിലവിൽ 6 മൗലിക അവകാശമുണ്ട്. എന്നാൽ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര ഉണ്ടായിരുന്നു? അന്ന് 7 മൗലിക അവകാശമായിരുന്നു. അപ്പൊ ഇപ്പോഴുള്ള 6 ഏതൊക്കെയാണെന്നും അതുമായി ബന്ധപ്പെട്ട് വരുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്നും നമ്മൾ മനസ്സിലാക്കി വെച്ചോണം. പരീക്ഷയ്ക്ക് ഇത് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾ ഒന്നും തന്നെ തെറ്റിക്കരുത്. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ആർട്ടിക്കിൾ ചേർത്താണ് പലപ്പോഴും ചോദിക്കുന്നത്. അതുകൊണ്ട് വ്യക്തമായിട്ട് തന്നെ ഇത് മനസ്സിലാക്കി പോകേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം. അപ്പം ഇന്ത്യൻ ഭരണഘടനയിൽ 6 മൗലിക അവകാശങ്ങളിൽ ആദ്യമായിട്ട് വരുന്നതാണ് സമത്വ അവകാശം എന്ന് പറയുന്നത്. റൈറ്റ് ടു ഇക്വാളിറ്റി, സമത്വ അവകാശം. ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെയാണ് വരുന്നത്. ആർട്ടിക്കിളിന്റെ മലയാളം വകുപ്പുകളെന്നോ അനുച്ഛേദമെന്നോ എന്നാണ് പറയാറുള്ളത്. ആർട്ടിക്കിൾ എന്നും ചിലപ്പം പരീക്ഷയ്ക്ക് വരും, ചിലപ്പം വകുപ്പുകളെന്നോ, ചിലപ്പോൾ അത് അനുച്ഛേദമെന്നോ ആകാം. എല്ലാം ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കി വെച്ചോണം. അപ്പോൾ സമത്വ അവകാശം ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെയാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ മൗലിക അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. എന്നുള്ള അവകാശമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് പറയുന്നത്. വകുപ്പുകൾ 19 തൊട്ട് 22 വരെയാണ് വരുന്നത്. ആ വകുപ്പുകൾ 19 തൊട്ട് 22 വരെയുള്ളത് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ മൗലിക അവകാശം ഏതാണ്? ചൂഷണത്തിന് എതിരെയുള്ള അവകാശം. ശ്രദ്ധിച്ചോണം, തെറ്റിക്കരുത്. ചൂഷണത്തിന് എതിരെയുള്ള അവകാശം, അതായത് ചൂഷണം ചെയ്യുന്നത് തടയാൻ, പ്രതിരോധിക്കാനുള്ള അവകാശം നമുക്കുണ്ടെന്ന് പറയുന്നു. 2 ആർട്ടിക്കിളെ അവിടെ വരുന്നുള്ളൂ, 23ഉം 24ഉം. 23ഉം 24ഉം ആർട്ടിക്കിളുകളാണ്. ഓക്കെ, ഇനി നാലാമത്തെ മൗലിക അവകാശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മതസ്വാതന്ത്ര്യം, റിലീജിയസ് ഫ്രീഡത്തെ പറ്റിയാണ് നാലാമത്തെ മൗലിക അവകാശത്തിൽ പറയുന്നത്. ആർട്ടിക്കിൾ 25 തൊട്ട് 28 വരെയാണ് വരുന്നത്. 25 തൊട്ട് 28 വരെയുള്ള ആർട്ടിക്കിളാണ് ഈ ഭാഗത്ത് വരുന്നത്. ഇനി 5ാമത്തെ മൗലിക അവകാശത്തിലേക്ക് വരാം. 5ാമത്തെ മൗലിക അവകാശം ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത്. എന്തിനെ പറ്റിയാണ്? സാംസ്കാരികപരവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത്. 2 ആർട്ടിക്കിളാണ് അവിടെ വരുന്നത്, 29ഉം 30ഉം. ആർട്ടിക്കിൾ 29ഉം 30ഉമാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇനി അവസാനത്തെ മൗലിക അവകാശം അല്ലെങ്കിൽ 6ാമത്തെ മൗലിക അവകാശം ഭരണഘടനാ പ്രതിവിധികൾക്കുള്ള അവകാശം. ഭരണഘടന പ്രതിവിധികൾക്കുള്ള അവകാശം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയാറുണ്ട്. അതായത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാനുള്ള വ്യവസ്ഥയെ പറ്റിയും മൗലിക അവകാശത്തിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്. അതാണ് 6ാമത്തെ മൗലിക അവകാശം, 32ാമത്തെ ആർട്ടിക്കിളിൻ്റെ അകത്താണ് അതിനെപ്പറ്റി പരാമർശിക്കുന്നത്. അപ്പം ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള 6 മൗലിക അവകാശങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 6 മൗലിക അവകാശങ്ങളാണ്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെ ഉള്ള അവകാശം അല്ലെങ്കിൽ ചൂഷണം തടയാനുള്ള അവകാശം, മതസ്വാതന്ത്ര്യം, അതുപോലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം, അതുപോലെ ഭരണഘടന പ്രതിവിധികൾക്കുള്ള അവകാശം. അപ്പം നിലവിൽ 6 എന്നാൽ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എത്ര ഉണ്ടായിരുന്നു? ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 ആയിരുന്നു. ഒന്നെടുത്ത് കളയുന്നുണ്ട്. ഏതാണ് കളഞ്ഞത്? സ്വത്തവകാശം എന്ന് പറയുന്നതാണ്. ഏത് ഭേദഗതിയിലൂടെയാണെന്നാണ് പറഞ്ഞത്? 44ാം ഭേദഗതി 1978 അങ്ങനെ നിലവിൽ 6 മൗലിക അവകാശങ്ങളുണ്ട്.
അപ്പം 6 മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് വരെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിന്റെ അകത്ത് കണ്ടത്. അടുത്ത ഒരു ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോ മൗലിക അവകാശവും വിശദമായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. മറ്റൊരു ക്ലാസ് വീണ്ടും കണ്ടുമുട്ടാം. ഏവർക്കും നന്ദി.